അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ സിഡ്നി ഹാരിസ് സുഹൃത്തുക്കളുമായി വീടിനടുത്തുള്ള ലൈബ്രറിയിൽ ഒരു പത്രവായനയ്ക്ക് എത്തിയതായിരുന്നു. ലൈബ്രറിയനായ വ്യക്തിയോട് ഹാരിസ് വളരെ സന്തോഷത്തോടെ ഗുഡ് മോർണിംഗ് പറഞ്ഞു. തിരിച്ച് സൗഹാർദ്ദപരമായ അഭിവാദ്യം പ്രതീക്ഷിച്ചു നിന്ന അവർക്ക് വളരെ ദേഷ്യത്തോടെയുള്ള മുഖഭാവമാണ് ലഭിച്ചത്. പത്രവായന കഴിഞ്ഞ് തിരികെ ഇറങ്ങുമ്പോഴും ഹാരിസ് ലൈബ്രറിയനോട് നന്ദി പറയുകയും ശുഭദിനം ആശംസിക്കുകയും ചെയ്തു. എന്നാൽ ലൈബ്രറിയന്റെ മുഖത്ത് ഭാവവ്യത്യാസമില്ല. ഇങ്ങനെ കനപ്പെട്ട മോന്തയുമായിട്ടിരിക്കുക നാട്ടിൽ പറഞ്ഞാൽ. തിരികെ നടക്കുമ്പോൾ സുഹൃത്ത് ഹാരിസിനോട് ചോദിച്ചു, ആ മനുഷ്യനെന്താ ഇങ്ങനെ? അയാൾ എപ്പോഴുമൊക്കെ ഇങ്ങനെയാണ്? അപ്പോൾ ഹാരിസ് പറഞ്ഞു, അയാൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അപ്പോൾ സുഹൃത്ത് അത്ഭുതത്തോട് ചോദിച്ചു, സ്ഥിരമായി ഇത്രയും മോശമായ രീതിയിൽ പെരുമാറിയിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് അയാളോട് സൗഹാർദ്ദപരമായി സംസാരിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഹാരിസ് ചെറിയ ചിരിയോടെ പറഞ്ഞു, ഞാൻ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അയാളെ ഞാൻ അനുവദിക്കാറില്ല. പ്രിയപ്പെട്ടുള്ളവരെ, മറ്റുള്ളവരുടെ പെരുമാറ്റവും വാക്കുകളും ആയിരിക്കരുത് നമ്മുടെ പ്രവൃത്തി തീരുമാനിക്കേണ്ടത്. ഏതു മോശമായ പ്രതികരണത്തിലും സമചിത്തത കൈവെടിയാതെ പ്രതികരിക്കുക. അയാൾ നിങ്ങളുടെ ഭാവങ്ങളെ, നിങ്ങളുടെ വികാരങ്ങളെ തീരുമാനിക്കുന്ന അവസ്ഥയുണ്ടാകും. പക്ഷെ പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകുന്നത് അയാൾ മോശമായി പ്രതികരിക്കുമ്പോൾ നമ്മളും തിരിച്ചതേ രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഗാന്ധി പറയുന്ന പോലെ, അയാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോഴും നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുക.